സർവകക്ഷി യോഗം അല്ല, രണ്ട് യോഗമാണ് ഇന്നിവിടെ ചേരുന്നത്. ഒന്ന് സർവകക്ഷി യോഗം, രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരുടെ യോഗം. അത് നേരത്തെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ചർച്ചയാണ്. അപ്പോൾ ഇതൊരു തുടർച്ചയാണ്. മുഖ്യമന്ത്രിയുടെ യോഗം, അത് കഴിഞ്ഞ് അതിൻ്റെ പ്രായോഗികമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, അതിന് പരിഹാരം കാണത്തക്ക വിധത്തിൽ നടപടികൾ സ്വീകരിക്കുക എന്നതാണ്. അപ്പോൾ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് നമ്മുടെ ചർച്ചയും കൂടിയാലോചനകളും എത്തിച്ചേരാനുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ഒരു മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കർണാടക 15 ലക്ഷം രൂപ ഈ അജിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകുന്നു എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടോ? അല്ല, നിങ്ങൾക്കറിയുന്നത് പോലെ ഞങ്ങൾക്കും മാധ്യമങ്ങളിലൂടെ വായിച്ചറിയാനുണ്ട്. അല്ല, അങ്ങനെ സഹായിച്ചെങ്കിൽ നല്ല കാര്യമാണ്. നമ്മൾ ആരെങ്കിലും ഒരാൾ ഒരു കുടുംബത്തെ സഹായിക്കുന്നതിനെ എന്തിനാണ് മറ്റൊരു കണ്ടുകൂടെ കിടന്നത്? നല്ല കാര്യമാണ്. സഹായിക്കാൻ പറ്റുന്നവരെല്ലാം ആ കുടുംബങ്ങളെ സഹായിക്കണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ആർക്കൊക്കെ അവരെ സഹായിക്കാൻ പറ്റുമോ അവരൊക്കെ അവരെ സഹായിക്കണം. ഇപ്പം ബോബി ചെമ്മണ്ണൂർ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നല്ല കാര്യമല്ലേ? അപ്പോൾ സുമനസ്സുകൾ അവരെ സഹായിക്കട്ടെ. അവരുടെ കുടുംബ ജീവിതം ഇനിയുള്ള കാലത്തെങ്കിലും ഭദ്രമായി മുന്നോട്ട് പോകാനുള്ള അവർക്കൊരു ത്രാണി ഉണ്ടാകട്ടെ എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അതിനെ മറ്റു തരത്തിൽ കാണേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ഈ വനം വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ സ്ഥലം MLA ഒന്നും വീടുകൾ സന്ദർശിക്കാൻ താമസിച്ചു എന്നുള്ള രീതിയിലൊരു ആരോപണം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. അല്ല, ഞാനത് പറഞ്ഞല്ലോ, സ്ഥലം സന്ദർശിക്കുക, വീടുകളിൽ പോവുക, അവരെ ആശ്വസിപ്പിക്കുക എന്നത് ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അത് പോയോ പോയില്ലേ എന്നുള്ളത് ഒരു വിഷയമാണെങ്കിലും അതിനേക്കാൾ പ്രധാനപ്പെട്ടത് എന്താണ്, ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്, ഗവൺമെന്റ് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ, ആ ശ്രമങ്ങളിൽ ഫലപ്രദമായി ഇടപെടുന്നുണ്ടോ എന്നീ കാര്യങ്ങളാണ് ഇതിലെ മുഖ്യം. മറ്റത് സ്വാഭാവികമായും മനുഷ്യത്വപരമായ ഒരു പ്രശ്നമാണ്. ആ പരിപാടിയിൽ ചിലർക്ക് ചില സമയത്ത് എത്തിച്ചേരാൻ കഴിയാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും. അത് പ്രധാനപ്പെട്ടതല്ല, എന്നാൽ അത് വേണ്ടുന്നൊരു കാര്യമാണ്, നല്ല കാര്യം തന്നെയാണ്. പ്രധാനം പ്രശ്നപരിഹാരമാണ്. ആ ദിശയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോയാലേ വയനാട്ടിലെ ജനങ്ങളെ രക്ഷിക്കലാണ് അഭിപ്രായ പ്രകടനം നടത്തുന്നവരുടെയൊക്കെ ഒരു ആഗ്രഹമെങ്കിൽ ആഗ്രഹത്തിന് നല്ലത് ഫലപ്രദമായ ആരോഗ്യകരമായ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ചർച്ചകൾ നടത്തലാണ്. വികാരപരമായ അന്തരീക്ഷത്തിൽ ചർച്ച നടത്തിയാൽ എവിടെയെങ്കിലും എത്തുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? മറ്റൊന്ന്, ഈ പുൽപ്പള്ളിയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഈ സമരക്കാർക്കെതിരെ കേസെടുത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് താങ്കൾ? അല്ല, ഞാൻ മനസ്സിലാക്കിയത് പൊതുമുതൽ നശിപ്പിച്ചവരുടെ പേരിലാണ് കേസെടുത്തിട്ടില്ലെന്നാണ്. പ്രതിഷേധം അക്രമാസക്തമാകരുത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പ്രതിഷേധിക്കാൻ, സമരം ചെയ്യാൻ, സംഘടിക്കാൻ എല്ലാം അവകാശവും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അത് അക്രമാസക്തമാകുമ്പോൾ, വഴിവിട്ട തലത്തിലേക്ക് പോകുമ്പോൾ, അക്കാര്യത്തിൽ പൊതുമുതൽ നശിപ്പിക്കപ്പെടുമ്പോൾ പോലീസിന്റെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പോലീസിനെതിരെ കോടതി നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി കേരളത്തിൽ നിലവിലുണ്ട് എന്ന് ബന്ധപ്പെട്ടവരൊക്കെ മനസ്സിലാക്കുക. അതൊക്കെ ഇതിന്റെ ഭാഗമായി വന്നു ചേർന്നിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളാണ്.